Hello guys, welcome back. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പ് പഠിച്ചിട്ട് മാറ്റിയിട്ട് പോർട്രേറ്റ് മോഡിലേക്ക് ആക്കിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഒരു 200 ഫ്രണ്ട്സ് ഒന്നും ചോദിച്ചിട്ടില്ല, 2-3 ഫ്രണ്ട്സൊക്കെ ചോദിച്ചിട്ടുണ്ട് തംബ്നെയിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക ബ്രോ, ഈ തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് ബ്രോ, ഇതിൻ്റെ ഫോണ്ട് എങ്ങനെയാണ്, ഏത് ആപ്പിലാണ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ട് 2-3 കമൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടന്റ് ഒന്നും ഇല്ലാത്ത സമയത്ത് വെറുതെ ഇരിക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ എന്തിനാ മൊത്തം നമ്മൾ ജീവിച്ചിരിക്കുന്നത്, നമ്മളങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്, ഹൗ ഐ ക്രിയേറ്റ് മൈ തംബ്നെയിൽസ്. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ ടൂൾസ് പരിചയപ്പെടുത്തി തരാം. ഞാൻ ഉപയോഗിക്കുന്നത് പിക്സെല്ലാബും അതുപോലെ തന്നെ സ്നാപ്സീഡും ആണ്. ചില സമയത്ത് ഞാൻ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റ് ഉപയോഗിക്കാറുണ്ട്, പക്ഷേ അത് വളരെ കുറവാണ്. മെയിനായിട്ട് പിക്സെല്ലാബാണ്, പിന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കൊടുക്കാനും പിന്നെ ഹീലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്നാപ്സീഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ടൂൾസ്. ആൻഡ് ഇനി ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് ഞാൻ 2 തംബ്നെയിലാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഫസ്റ്റ് തംബ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രോ എന്നോട് ചോദിച്ചതാണ് വാട്സപ്പിൽ, ബ്രോ ഈ തംബ്നെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തംബ്നെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൽ നമ്മളെ പുതിയൊരു ഫീച്ചർ ഉണ്ടല്ലോ, 1 ടൈം വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സംഭവം 1 ടൈം വ്യൂ ഭയങ്കര സെക്യൂരിറ്റി ആണെന്നൊക്കെ പറഞ്ഞൊക്കെ സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാൻ പറ്റും. അതുപോട്ടെ, അപ്പോൾ ആ ഒരു ഫീച്ചറിനെ വെച്ച് ആ ഒരു സമയത്ത് അന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ആ ഒരു ഫീച്ചർ. അപ്പോൾ അതിനെക്കുറിച്ച് പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഒരു ട്രെൻഡിങ് ടോപ്പിക് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തംബ്നെയിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതുപോലെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. ഞാനൊരു കയ്യിൽ മൊബൈൽ പിടിച്ച് സൈഡിലോട്ടേക്കായി നീങ്ങി, കാരണം ഈ ഒരു ഭാഗത്ത് ടെക്സ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഒരു ഫോട്ടോ വാട്സപ്പിൻ്റെ ആ ഒരു ഫീച്ചർ കാണിക്കുന്ന രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ കാണിക്കണം ഇന്ന ടോപ്പിക്കാണ് സംഭവം എന്ന് മനസ്സിലാക്കണം. അതായത് ഇന്ന ഫീച്ചർ, അതായത് 1 ടൈം വ്യൂവിൻ്റെ ആ ഒരു സംഭവം ഏരോ മാർക്കൊക്കെ ഇട്ടിട്ട് ഒരു എടുത്ത് കാണിക്കുന്ന രീതിയിലാക്കി എടുക്കണം. അതുപോലെ തന്നെ സൈഡിലൊരു ടെക്സ്റ്റ് വേണം, അത് വാട്സപ്പിൻ്റെ ഐക്കണും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു പ്ലാന്. അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് പിക്സെല്ലാബിലാണ്. പിക്സെല്ലാബിൽ ഞാൻ ഇതിട്ടിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പിക്സെല്ലാബ് ഓപ്പൺ. അപ്പോൾ നമ്മൾ പിക്സെല്ലാബ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഗോയ്സ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ ടെക്സ്റ്റ് ഒന്ന് ഡിലീറ്റ് ആക്കുകയാണ്. രണ്ടാമത്തെ ക്ലിക്ക് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം 4ാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്തു, 3ാമത്തെ ഇമേജ് സൈസ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിൻ്റെ തംബ്നെയിലിൻ്റെ റേഷ്യോ ആക്കി 16:9. ഓക്കെ, ഇതെല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ആ ഒരു ഫോട്ടോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യും. ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്യുന്നു, ഇതിനകത്ത് 4ാമത്തേൽ. ഓക്കെ, ആ ഒരു തംബ്നെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇവിടെ ഈ ഒരു 1 ടൈം വ്യൂവിൻ്റെ സംഭവം ഉണ്ടല്ലോ, ഇവിടെ ഈ ഒരു സംഭവം ആ ഒരു ഒന്നെന്നുള്ള ആ ഒരു സംഭവം ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ടെക്സ്റ്റും വരണം. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഇതിൽ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കാം, ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷേ അത് കുറച്ച് ചെറുതായിട്ടാണുള്ളത്, പെട്ടെന്ന് ആൾക്കാർക്ക് കാണില്ല. അപ്പോൾ കുറച്ചുകൂടി സൂം ചെയ്ത് കാണണം. അപ്പോൾ ഞാൻ കുറച്ച് ഹിന്ദി നമ്മൾ ഈ ടെക് യൂട്യൂബേഴ്സിൻ്റെ ഒക്കെ വീഡിയോയിലൊക്കെ കുറേ തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു മാഗ്നിഫയർ ഒക്കെ പോലെ ഒരു ഫുള്ള് സൂം ചെയ്തിട്ടുള്ള ഒരു പോലെയുള്ള ഒരു എഫക്റ്റ് ചില തംബ്നെയിലൊക്കെ കണ്ടിട്ടുണ്ട്. ആണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ സ്ക്രീനെ കൂടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇൻസ്പിറേഷൻ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തന്നെ ആ ഒരു ഫോട്ടോ തന്നെ ഞാനൊരു ലെയറായിട്ട് കോപ്പി ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 3ാമത്തെ ഓപ്ഷൻ എടുക്കും, എന്നിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യും. എന്നിട്ട് ആ ഫോട്ടോ തന്നെ ഇമ്പോർട്ട് ചെയ്യും. ആ ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് താഴെയായിട്ട് റൗണ്ട് വയ്ക്കും കാണാം, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ചെറുതായി കൊടുക്കുക. എന്നിട്ട് ആ 1 കാണുന്ന ആ ഒരു സ്ഥലത്ത് ഇവിടെ മുകളിൽ സൂമിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു 1ൻ്റെ ആ ഒരു സ്ഥലത്തായിട്ട് കറക്റ്റായിട്ട് വരണം. അത് കുറച്ച് ചെറിയൊരു ടൈം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഞാൻ തൽക്കാലം ഇപ്പം ഈ രീതിയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എന്നിട്ട് ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിന് പിക്സെല്ലാബിൽ നിന്ന് തന്നെ ഇത് സേവ് ചെയ്തെടുത്തതാണ്. ഇതിന് മുമ്പ് ഉള്ള ഫോട്ടോ എൻ്റെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലാരിറ്റി ലോസ് ഉണ്ട്, കണ്ടില്ല, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഇതുള്ളത്. ശരിക്കും ഇതിങ്ങനെയല്ല ഉള്ളത്. അപ്പോൾ എന്തായാലും ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ സൈസ് കുറച്ചിട്ട് അത്യാവശ്യം കാണുന്ന രീതിയിലാക്കിയിട്ട് നമ്മളിവിടെ താഴോട്ടേക്ക് നീക്കിയാൽ നമുക്ക് ഒപ്പാസിറ്റി കാണാം. ഈ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് കറക്റ്റ് ഏകദേശം വരുന്ന രീതിയിൽ ഓക്കെ, ഞാൻ ഏകദേശം ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ടിക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രോക്ക് ഉണ്ട്, ആ ഒരു സ്ട്രോക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 1 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലായിട്ടുണ്ട്. കുറച്ചൊന്ന് കറക്റ്റ് ഒരു റൗണ്ട് കളറാക്കാൻ സൈസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഏകദേശം അങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ഷാഡോസും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എഫക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഷാഡോസ് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ചും കൂടി ഒരു ഡെപ്ത് വന്നിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇന്ന സാധനമാണെന്ന് ഒരു ഏറോ മാർക്കിട്ട് കാണിച്ചു തരാം, ഒരു 1 ടൈം ആണെന്ന്. അപ്പോൾ അതിന് ഈ 3ാമത്തെ ഓപ്ഷൻസ് തന്നെ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഏരോ മാർക്ക് ഉണ്ട്, അപ്പോൾ അത് ഞാൻ ഇമ്പോർട്ട് ചെയ്യാം. ഇത് ക്രോമിൽ നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും.
ഓക്കെ, അപ്പോൾ ഇതാണ് ഏരോ മാർക്ക്. നിങ്ങളിങ്ങനെ ക്രോപ്പ് ചെയ്യുക ജസ്റ്റ്, എന്നിട്ട് ടിക്കറ്റ് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഇങ്ങനെ സൈസ് പരമാവധി കുറച്ച് കൊടുക്കുക, ഇങ്ങനെ വളക്കുക. എന്നിട്ട് ആ ഒരു സംഭവം വരുന്ന രീതിയിൽ കാണിക്കുന്ന രീതിയിൽ നിങ്ങളിങ്ങനെ സൈസ് ആയി കൊടുക്കുക. വേണമെങ്കിൽ ഈ ഇവിടെ ഇങ്ങോട്ടേക്ക് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3D റൊട്ടേറ്റ് ഉണ്ടാവും. ഇതൊരു അത്യാവശ്യം ഒരു 3D രൂപത്തിലോ ഒരു കുറച്ചും കൂടി ഒരു റിയാലിറ്റി ഒക്കെ തോന്നുന്ന രീതിയിൽ ആക്കി കൊടുക്കാം. അതിനുശേഷം ഇവിടെ ആദ്യം സ്ട്രോക്ക് ഒരു വൈറ്റ് സ്ട്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊരു ഷാഡോസ് ഒരു റെഡ്, ഏകദേശം ഈ രീതിയിലാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഇതിൻ്റെ ഒരു ടൈറ്റിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ഞാൻ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഞാനിപ്പോൾ ഒരു മലയാളം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈറ്റിലാണ് ഇട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാനത് ഇട്ടിട്ടുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇതൊരു കറക്റ്റ് ഈ ഒരു സ്ഥലത്തായിട്ട് വരണം ഏകദേശം. ഓക്കെ, അതിന് ശേഷം ഇതിങ്ങോട്ട് നീക്കിയിട്ട് ഇതിന് ഫോണ്ട് AB എന്നുള്ള സംഭവം ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ആംറസലർ എന്നുള്ളൊരു ഫോണ്ടാണ് ക്ലിക്ക് ചെയ്തത്. എന്നിട്ട് സ്റ്റൈലിൽ പോയിട്ട് ചെരിച്ച് കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇട്ട് കൊടുത്തു. സ്ട്രോക്ക് ഒരു കുറച്ച് ചെറിയൊരു ഇരുന്ന രീതിയിൽ. എന്നിട്ട് ഷാഡോസും കൂടി ഇട്ട് കൊടുത്തു. ഷാഡോസിൻ്റെ ഒരു ബ്ലർ റേഡിയസും കുറച്ചിട്ട് ഏകദേശം ഈ രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ കൂടി ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ മൂന്നാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ദാറ്റ് എന്നിട്ട് ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ വരും. സോ ഇത് ഒരു പുതിയൊരു ഐക്കണാണ് വാട്സപ്പിൻ്റേത്. നിങ്ങൾ നേരത്തെ കണ്ട തമ്മിലുള്ള അതുപോലെല്ലായിരിക്കും. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇതിനകത്തൊരു സ്ട്രോക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഐ തിങ്ക് ഒരു വെള്ള കളറിൽ എന്തോ ഒരു സ്ട്രോക്ക് ഇട്ടിട്ടുണ്ടെന്ന് തന്നെ എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാനത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഈ ഒരു സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് സേവ് ചെയ്തതിന് ശേഷം ഞാൻ അത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ കുറച്ചും കൂടി എന്താ പറയുക, കുറച്ച് എഡിറ്റ് ചെയ്ത പോലെ, ചില എഡിറ്റിങ് ഭയങ്കര ബോറ് പോലെ തോന്നും. അതുപോലെ ടെക്സ്റ്റ് ഒരു എടുത്ത് കാണിക്കുന്നത് ഭയങ്കര ബോറ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മിസ്റ്റർ പോസ്റ്റ് പോസ്റ്റ് ചാനലിൽ ഒരു വീഡിയോ ഉണ്ട്. അവരുടെ വീഡിയോയിൽ ഒരു സംഭവമാണ്. അതായത് പെട്ടെന്നൊരു ടെക്സ്റ്റ് കാണിച്ച് ബ്ലർ ചെയ്ത് അങ്ങ് പോകുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു എഫക്റ്റാണ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് വീഡിയോയിലാണ് ചെയ്തത്. അപ്പോൾ ഇതൊരു തംബ്നെയിലിൽ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ബ്ലർ ചെയ്തിട്ട് ആൾക്കാർക്ക് മനസ്സിലാവും, പക്ഷേ അത്യാവശ്യം ചെറിയ രീതിയിൽ ബ്ലർ ആക്കുന്ന രീതിയിൽ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. കുറച്ചും കൂടി ഒരു ക്രിയേറ്റീവ് രീതിയിലാണ്. ഓക്കെ, ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ടൂൾസ് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ലെൻസ് ബ്ലർ പോവുക. എന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ കുറച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് ഏതെങ്കിലും ഒരു സൈഡിലോട്ടായി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ബ്ലർ സ്ട്രെങ്ത്ത് വേണ്ട രീതിയിൽ ഓക്കെ ഒരു 30 ആയി കൊടുക്കുകയാണ്. വിഗ്നീറ്റൊന്നും വേണ്ട ആവശ്യമില്ല, ലേശം എടുത്തോട്ടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ടിക്ക് കൊടുക്കുകയാണ്. ടിക്ക് കൊടുത്തതിന് ശേഷം മുകളിലായിട്ട് കാണുന്ന ആ ഒരു ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ എഡിറ്റിൽ പോവുക. അതിനുശേഷം ക്ലിക്ക് ചെയ്യുക, രണ്ടാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതുപോലെ വരും. ഇതിന് നിങ്ങളിങ്ങനെ സൂം ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തിട്ട് വേണ്ട ഭാഗം മാത്രം ഒരു ഐക്കൺ പോക്കിയിട്ട് ഈ ഒരു രീതിയിൽ മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ തന്നെ രസമുണ്ട്. നിങ്ങൾക്ക് കാണാൻ കഴിയും. കണ്ടില്ല, എന്താ പറയുക, ആദ്യം ഈ ഒരു സംഭവം എടുത്ത് കാണിക്കുന്നു. അതിൻ്റെതായ എൻ്റെ ഫോട്ടോ ഉണ്ട്. അതിൻ്റെതായ ഒരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന തമ്മിൽ. ഇനി ഒരു തമ്മിൽ കൂടി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇനി അടുത്ത തമ്മിൽ എന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടൊരു തമ്മിലാണ്. എൻ്റെ പോപ്പുലർ വീഡിയോസ് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള തമ്മിൽസാണ് കൂടുതലും ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇങ്ങനത്തെ തമ്മിൽസിനെക്കാട്ടും കൂടുതലും ആൾക്കാർക്ക് സിമ്പിളായിട്ടുള്ള, ആൾക്കാർക്ക് കണ്ടന്റ് എന്താണെന്ന് മനസ്സിലാവുന്ന തമ്മിൽസാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോൻ്റെ തമ്മിൽ ഞാൻ ഹൗ ഐ മേക്ക് തമ്മിൽസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഫോട്ടോ വെച്ചിട്ട് സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് ഇതുപോലൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ നിങ്ങളൊരു തമ്മിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫോട്ടോ എടുക്കുമ്പോൾ നടുവിലായിട്ട് നിൽക്കാതെ ഒരു സൈഡിലോട്ടേക്കായിട്ടൊക്കെ നീക്കിയിട്ട് നിൽക്കുക. അല്ലെങ്കിൽ ടെക്സ്റ്റ് എഴുതുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുക. അത് ഒരു ബോണസ് ടിപ്പാണ്. അതെല്ലാവരും ചെയ്യുന്ന സംഭവം തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്രം ഗാലറി പോവുക. എന്നിട്ട് ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യാം. ഫോട്ടോ ചെയ്തിട്ട് എന്നിട്ട് ടിക്ക് കൊടുക്കൂ. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെക്സ്റ്റ് എടുത്തു, എഡിറ്റ് ടെക്സ്റ്റ് എടുത്തു, ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഹൗ ഐ മേക്ക് തംബ്നെയിൽസ് എന്നാണ് കൊടുക്കുന്നത്. ഇത് ഞാൻ മലയാളത്തിൽ കൊടുക്കുന്നില്ല, കാരണം കാണുവരും ഒരു ബോറായിട്ടാണുള്ളത് മലയാളത്തിൽ കൊടുക്കുമ്പോൾ. ഞാൻ എൻ്റെ അധിക തംബ്നെയിൽസും മലയാളത്തിലാണ് കൊടുക്കാറ്. പക്ഷേ ഇതെന്തോ കാണാൻ അത്ര ഒരു ഇതുമില്ല, അതുകൊണ്ടാണ് ഞാനിത് മലയാളത്തിൽ കൊടുക്കാത്തത്.
അപ്പോൾ ഞാൻ അമരാന്ത് ബോൾഡ് എന്നുള്ള ആ ഒരു സംഭവമാണ് ക്ലിക്ക് ചെയ്തത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന അധികവും ഈ ഫോണ്ടാണ് അമരാന്ത് ബോൾഡ് എന്നിട്ടുള്ള ഒരു ഇറ്റാലിക് ഒരു ചെരിച്ച് വെച്ചിട്ടുള്ള ഒരു രീതിയിൽ കൊടുക്കും. എന്നിട്ട് ഇതിന് കളർ ചേഞ്ച് ചെയ്യണം. കളർ വൈറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതിനുശേഷം സ്ട്രോക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സംഭവം ഏകദേശം ഈ ഒരു ലെവൽ ഇട്ട് കൊടുത്തു, 2 ഇട്ട് കൊടുത്തു. ഒന്നിന് ഷാഡോസ് ഇട്ട് കൊടുത്തു. ഷാഡോസ് അധികം ഒരു ബോറാവാത്ത രീതിയിൽ ഈ രീതിയിൽ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ അലൈന് നടുവിലേക്കാവുന്ന രീതിയിൽ ഈ മുകളിൽ കാണുന്ന ഒരു സംഭവം ക്ലിക്ക് ചെയ്തിട്ട് കുറച്ചും കൂടിയും അലൈൻ ചെയ്ത് സെറ്റാക്കി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയാണ് തംബ്നെയിൽ ഉണ്ടാവുക. അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള തംബ്നെയിലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കുറച്ച് ലെങ്ത് ഒക്കെ കൂടിയിട്ടുണ്ടാകും, സോറി ഫോർ ദാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കണ്ടൻറ്റ്. അപ്പോൾ ഇങ്ങനത്തെ കണ്ടൻറ്റ് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കണ്ടു നോക്കിയാൽ മതി. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മൾ വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.